ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം. പുതുവത്സരത്തോടനുബന്ധിച്ച് ജനങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും. ഡിസംബർ മാസത്തെ ആദ്യ ഗഡു പെൻഷൻ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പെൻഷൻ 27 ലക്ഷം ആളുകൾ ബാങ്ക് അക്കൗണ്ടിൽ സ്വീകരിക്കുന്ന ആളുകൾക്ക് കേന്ദ്ര വീതം 200 രൂപ മുതൽ 500 രൂപ വരെ കുറവുണ്ടാവും. അത് ഈ ആഴ്ച വിതരണം ആരംഭിക്കും. വിധവ വാർദ്ധക്യകാല ഭിന്നശേഷി പെൻഷനിലാണ് 8 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർക്ക് കേന്ദ്രത്തിൽ കുറവ് വന്നിരിക്കുന്നത്. പുതുവത്സരത്തോടനുബന്ധിച്ച് ഒരു ഗഡു പെൻഷനും കൂടി ഇതിൻ്റെ കൂടെ വിതരണം ചെയ്യുമെന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. 4 മാസത്തെ കുടിശ്ശിക തുക ഉണ്ടെങ്കിൽ പോലും 6400 രൂപ വിതരണം ആരംഭിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ്റെ അർഹത, വിവിധ പദ്ധതികൾ എന്നിവ ക്രോഡീകരിച്ച് പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട്. വിവിധ സ്കീമിലായി വിവിധ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ വിവിധ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണം എന്ന അറിവുകളോടെ പുറത്തു വന്നിരിക്കുകയാണ്. വിധവ പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹിതരല്ല എന്ന സർട്ടിഫിക്കറ്റ് വാടകത്തിൽ നിന്ന് വാങ്ങി സമർപ്പിക്കണമെന്ന പുതിയ നിയമം നിലവിൽ വന്നിട്ടുണ്ട്. അറിയിപ്പ് വന്നിട്ടുള്ള ഗുണഭോക്താക്കൾ മാത്രം സർട്ടിഫിക്കറ്റ് അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കുക. 2025 ജനുവരി മുതൽ ക്ഷേമ പെൻഷൻ മുടങ്ങാതെ ലഭിക്കാൻ സാക്ഷ്യപത്രം ഹാജരാക്കണം എന്ന അറിയിപ്പ് എത്തിച്ചേർന്നു. രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ ക്ഷേമ പെൻഷൻ ഇനി മുതൽ അങ്ങോട്ട് നഷ്ടപ്പെട്ടു. വിവിധ മേഖലകളിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സ്ത്രീ ഗുണഭോക്താക്കൾക്കാണ് പ്രധാന അറിയിപ്പ് വന്നിരിക്കുന്നത്. വിധവ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്ന് വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക. 2025 60 വയസ്സാകുന്നതിന് മുകളിലുള്ളവർക്ക് ഈ രേഖകൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല. അല്ലാത്തവർക്ക് എല്ലാം തന്നെ ഈ നിയമം ബാധകമാണ്. അവർ പുനർവിവാഹിതരല്ല എന്ന സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ സമർപ്പിക്കണം. 2024 ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കണം. ഡിസംബർ 31 വില്ലേജ് ഓഫീസർ സമർപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ആധാർ കോപ്പിയുമായി പഞ്ചായത്തിൽ സമർപ്പിക്കുക. 2025 പെൻഷൻ മുടങ്ങാതെ ലഭിക്കാൻ ഈ സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമാക്കിയിരിക്കുകയാണ് സർക്കാർ. ഈ ഗുണഭോക്താക്കൾക്ക് ഇത് സമർപ്പിക്കേണ്ട ആവശ്യമില്ല. 2025 മാർച്ച്, ഏപ്രിൽ എന്ന മാസങ്ങളിലാണ് ഈ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നത്. ഇനിയും അവസാന അറിയിപ്പ് വന്നു ചേരും. അപ്പം നിങ്ങൾക്ക് ഇത്തരമാണ് വാർത്ത പറയാനുള്ളത്. എല്ലാവരും വാർത്ത ഫുള്ളായി കാണാൻ ശ്രമിക്കുക. ഇനിയും തുടർന്നുള്ള വാർത്തകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പോരായ്മകളും കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം, ശുഭരാത്രി.